ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കഴിയാറായി. നമ്മൾ എല്ലാവരും തന്നെ പുതുവർഷത്തിലേക്ക് ചുവട് വയ്ക്കുന്നവരാണ്. 2024 പലർക്കും പല രീതിയിലാണ് നടന്നിട്ടുണ്ടാവുക. ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം, ചില സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം, അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ആൾക്കാരുണ്ടാവാം. എന്നാൽ 2025 കടക്കുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വർഷം നമുക്ക് നല്ലതാക്കി തരണേ, അല്ലെങ്കിൽ ഈ ഒരു വർഷമെങ്കിലും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകണേ എന്നായിരിക്കും. പുതുവർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വന്ന് ഭവിക്കാനായിട്ട് നമുക്ക് ഈ 1-ാം തീയതി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വീടിന്റെ ഐശ്വര്യമാണ് ആ വീടിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഐശ്വര്യം എന്ന് പറയുന്നത്. പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു അന്തരീക്ഷമല്ല ഒരു വീട്ടില് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിൽ താമസിക്കുന്നവരുടെ ജീവിതവും അതുപോലെ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ചെറുതോ എത്ര വലുതോ ആയ വീടുകളായാലും അടച്ചിട്ട മുറികൾ, ഉപയോഗശൂന്യമായ മുറികൾ, ഒരു റൂമിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് തള്ളുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഒരു വീട്ടിൽ 4 മുറി ഉണ്ടായിക്കഴിഞ്ഞാലും 5 മുറി ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാം ഉൾപ്പെടുന്നതാണ് ആ വീട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഉപയോഗശൂന്യമായ റൂം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ വസ്തുക്കളും ഒക്കെ കളഞ്ഞ ശേഷം ആ റൂം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി പൊട്ടിയ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നതും ഒട്ടും തന്നെ നന്നല്ല. ചില വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട ചില വസ്തുക്കളായിരിക്കും, പൊട്ടിയത് കൊണ്ട് ഉപയോഗിക്കാനും പറ്റില്ല, എന്നാൽ കളയാനുള്ള മടിയും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വസ്തുക്കൾ വീട്ടിൽ വെക്കാൻ പാടില്ല. ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കാൻ കാരണമാകും. 31-ാം തീയതി തന്നെ നമ്മുടെ വീട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത്, മാറാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞ ശേഷം നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ച് 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. സാധിക്കുന്നവര് പുതുവർഷത്തിൽ 1-ാം തീയതി പുതിയ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യനിറത്തെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ധരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീടിന് മുന്നിലായിട്ട് കോലം വരയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. വീടിന്റെ പടി, അതായത് നമ്മുടെ മെയിൻ ഡോറിന്റെ പടിക്ക് സൈഡിലായിട്ട് മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഓരോ പൊട്ട് തൊടുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം, പുതുവർഷം നമുക്ക് നല്ലതായിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കഴിയുന്നവരെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. നക്ഷത്രവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റിത്തരാനായിട്ട് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. 1-ാം തീയതി ഒരു കാരണവശാലും കയ്പുള്ള വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വർഷം മുഴുവൻ കയ്പുള്ള അനുഭവങ്ങളായിരിക്കും ലഭിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം കടം വാങ്ങിക്കുക, കടം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ 1-ാം തീയതി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർഷം മുഴുവൻ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ദിവസം വീട്ടിൽ എന്തെങ്കിലും മധുരം ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ ദാനം ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പുതുവർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കുക. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാണാനുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.